സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 11 സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത ജയം. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികളും കാസർഗോഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും ജയിച്ചു. എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തത് കോൺഗ്രസിന് തിരിച്ചടിയായി. കൽപ്പറ്റ നഗരസഭയിലേക്ക് ചെയർമാനായി പരിഗണിക്കാനിരുന്ന TV രവീന്ദ്രന്റെ പത്രികയും തള്ളി. പാലക്കാട് തൃക്കാക്കര നഗരസഭകളിലായി 3 LDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. വിവരങ്ങൾ നൽകാനായി അനീസലി ഉണ്ട്. അനീസലി, മലബാറിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കോഴിക്കോട് ഏതൊക്കെ ജില്ലകളിലാണ് മലബാർ മേഖലയിൽ പത്രിക തള്ളിയത്? മാത്രമല്ല, കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ അവിടെ എതിരില്ലാത്ത സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഒരു വാർത്തയും വരുന്നു, പ്രത്യേകിച്ച് ആന്തൂരിൽ. എന്താണ് വിവരം? അജി, ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത്. കണ്ണൂർ നേരത്തെ തന്നെ ഇന്നലെ തന്നെ 6 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എതിരില്ലാതെ കൊണ്ട് ജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് 3 സ്ഥാനാർത്ഥികൾ കൂടി അവിടെ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു. UDFന്റെ 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. അതോടൊപ്പം തന്നെ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഇതോടെയാണ് 3 വാർഡുകളിൽ കൂടി LDFന് എതിരില്ലാതെ ഇങ്ങനെ 9 വാർഡുകളിൽ നിലവിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDF ജയമുറപ്പിച്ച കാഴ്ചയാണ് കാണുന്നത്. 3-ാം വാർഡിലെ ഷെറി ഫ്രാൻസിസ്, അതായത് കണ്ണപുരത്താണ് പത്രിക പിൻവലിച്ചിട്ടുള്ളത്. അത് 3-ാം വാർഡിലെ ഷെറി ഫ്രാൻസിസ് അവർ പത്രിക പിൻവലിച്ചു. മറ്റു 2 പേർ ഇന്ന് 2 പേരുടെ പത്രിക വരണാധികാരി തള്ളുകയും ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ UDF വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് പാർട്ടിയുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. വരണാധികാരിക്ക് മുമ്പിൽ വെച്ച് തന്നെ ഒപ്പിട്ട് കൊടുത്ത ഒരു സംഗതി വ്യാജ ഒപ്പാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പത്രിക തള്ളുകയായിരുന്നു. അത് LDFന്റെ CPMന്റെ, പ്രത്യേകിച്ച് CPMന്റെ വലിയ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തത്. പാർട്ടി ഗുണ്ടായിസമാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ 6 പേർക്കും എതിരില്ലാതെ അവിടെ ജയം ഉണ്ടായിരുന്നു. ഇതോടെ കണ്ണൂരിൽ മാത്രം 9 LDF സ്ഥാനാർത്ഥികൾ ഇതിനകം എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കലക്ടർക്ക് പരാതി നൽകും എന്നിപ്പോൾ UDF അറിയിച്ചിട്ടുണ്ട്. അതിലെന്ത് തീരുമാനം വരും എന്നാണ് അറിയാനുള്ളത്. ഏതായാലും അത് ആണ് കണ്ണൂരിലെ കാഴ്ച. പിന്നീട് വരുന്നത് കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് ഇന്ന് 2 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ 11 പേരാണ് നിലവിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മലബാർ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം ഒരു CPM സ്ഥാനാർത്ഥിയും ഇന്നിപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മംഗൽപാടി പഞ്ചായത്തിലെ മണിമുണ്ട വാർഡിലാണ്. ഈ വാർഡിൻ്റെ പ്രത്യേകത, നേരത്തെ LDF വിജയിച്ചിരുന്ന അവരുടെ സിറ്റിംഗ് വാർഡാണ്. ആ വാർഡിലാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സെമീന വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഈ ജയമുണ്ടായത്. അവിടെ നേരത്തെ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന LDFന്റെ വിജയിച്ച സ്ഥാനാർത്ഥി പാർട്ടി മാറുകയും മുസ്ലിം ലീഗിലേക്ക് മാറുകയൊക്കെ ചെയ്ത ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ CPM പകരം ഒരാളെ വെക്കാത്തത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മറ്റൊന്ന് മടിക്കൈ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ്. അവിടെ LDF സ്ഥാനാർത്ഥി ശാന്തിനിയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് 11 പേർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പിന്നീട് വരുമ്പോൾ മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഇതുപോലെയുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ട്. പാലക്കാടേക്ക് വരികയാണെങ്കിൽ 3 സ്ഥാനാർത്ഥികളുടെ പത്രിക ഇന്ന് തള്ളിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലെ 2 LDF സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ളത് മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്ക് ഇവർ കാണിച്ചില്ല എന്നാണ്.